Assalamualaikum guys, welcome back to my channel. Guys, finally we are going home. Yeah. എന്താണ് അങ്ങനെ? Finally we are going home. അങ്ങനെ പറയണം. Ready 1 2 3. Finally we are going home. Guys, ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. It's okay. എനിക്ക് കഴിഞ്ഞ വീഡിയോന്റെ താഴെ ഒരു കമന്റ് വന്ന് എന്ത് ബോർ ഇൻട്രോ ആണെന്ന്. But it's okay. I love my intro. Okay? ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പോവാണ്. ഞങ്ങൾ 2 months വെക്കേഷൻ. അപ്പോൾ രുദ്രയുടെ ബസ് വരാനായി പോയി. ബൈ രുദ്ര. അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഇറങ്ങാൻ നിൽക്കും. എനിക്ക് നോമ്പ് തുറന്നിട്ടാണ് പോകാൻ പറ്റുക. സോ ഞാൻ നോമ്പ് തുറന്നിട്ട് പോകും. ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് നോമ്പ് തുറക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് ഇറങ്ങാനായി. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഐ തോട്ട് ഒന്ന് പല്ല് തെച്ചിട്ട് പോവാമെന്ന്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മറന്നുപോയി ഗൈസ്. സോ നമുക്ക് പല്ല് തേക്കാം ഗൈസ്. ഓക്കെ, സെറ്റാവില്ല ഗൈസ്. ഓക്കെ ഗൈസ്, സോ അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ പോവാണ്. ആദ്യം പോയിട്ട് നോമ്പ് തുറക്കണം. പക്ഷെ നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴമില്ല. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരലില്ല സാധാരണ. പക്ഷെ നമുക്ക് ഈത്തപ്പഴം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, പച്ചവെള്ളം കൊണ്ടാണ് തുറക്കാൻ പോണത്. ഇപ്പോൾ സമയം ഗൈസ്, അത് നമ്മളെ നെയ്ബർ ചേച്ചി വന്നതാണ്. ഞാൻ ഇന്നലെ ഈ സോഡ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചീൻ്റെ ഫ്രിഡ്ജിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പോക്ക് പ്ലാൻ ചെയ്തത്. സോ ആ സോഡ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ചേച്ചി. ഈ സോഡ എന്തിനാണ് ഞാൻ വാങ്ങണമെന്ന് അറിയോ? ആക്ച്വലി ഞാൻ ഷുഗർ കട്ടിലാണല്ലോ. ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഷുഗറല്ലല്ലോ കഴിക്കണം വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഈ സോഡ കുടിക്കണത്. എപ്പോഴില്ല, എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ 7up ഇങ്ങനെ കുടിക്കാൻ പൂതിയാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു നാരങ്ങ സോഡ ഉപ്പിട്ടതുകൊണ്ട് കുടിക്കും. അപ്പോൾ നല്ല സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ, അപ്പം ഇനി ഞാൻ വേഗം ഇറങ്ങട്ടെ, കാരണം ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റും കൂടി ഉള്ളൂ. ഓക്കെ ബൈ. ദാ ഇത്രയും സാധനങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ബിരിയാണിയും കൂടി കഴിച്ചിട്ടാണ് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. ബിരിയാണി വാങ്ങിയെങ്കിലും അത് ഫുള്ളാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. 8:50 ട്രെയിൻ. എന്താ പറയാ, അപ്പോൾ 8:30 അവിടെ എത്തണം, കാരണം ജനറൽ ടിക്കറ്റ് ആണ്. അപ്പോൾ സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ 8:30 അവിടെ എത്തണം. സോ എന്നെ എൻ്റെ ഫ്രണ്ടാണ് ഡ്രോപ്പ് ചെയ്യണത്. ഇറ്റ്സ് സോ നൈസ് ടു ഹാവ് ഫ്രണ്ട്സ് ലൈക്ക് ദീസ്. സോ യാ, അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഗായ്സ്. ഈ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ആഘോഷം ഏതോ ആയിക്കോട്ടെ ലൈറ്റ് വിട്ടവർക്കൊരു പരിപാടിയില്ല. ഇപ്പം അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത്. ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സോ ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ പോയി സീറ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ ഇനി ട്രെയിനിൽ സീറ്റ് പിടിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. സോ നമ്മൾ ട്രെയിൻ കയറാൻ നിൽക്കുകയാണ്. ഈ ട്രെയിനിൽ നമ്മളിപ്പോൾ കയറിയാൽ നമ്മൾ എപ്പോഴും എത്തുമെന്ന് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ വീട്ടിലെത്തും. 5 മണിക്കാണ് തിരൂരെത്തും. അപ്പോൾ നമ്മൾ ചോദിക്കും എനിക്കെന്താ രാജറാണിക്ക് കയറിക്കൂടെയെന്ന്. രാജറാണിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റൂല. സോ എൻ്റെ ഫ്രണ്ട് രുദ്ര വാ. രുദ്ര, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഗൈസ് പോണത്. രുദ്ര വാ. രുദ്ര, ഇവള് കോഴിക്കോട് ഇറങ്ങും, ഞാൻ മലപ്പുറം ഇറങ്ങും. അല്ലേ രുദ്ര? ഇവള് മുന്നിലും ബാക്കിലും ഞങ്ങൾ 2 സ്ഥലത്ത് പെട്ടുപോയി ഗൈസ്. പക്ഷെ ഞങ്ങൾ അവസാനം ഒന്നിച്ചു. എൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണല്ലോ. ഓക്കെ ഗൈസ്, ഗൈസ് ഞാൻ വിചാരിച്ച സീറ്റ് കിട്ടില്ല. ഞാൻ മുകളിലായിരുന്നു വിചാരിച്ചത്, പക്ഷെ ആ സീറ്റ് കിട്ടിയില്ല. ഞാൻ പറയണത് കേൾക്കണുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കിട്ടിയത് സൈഡ് സീറ്റാണ്, വിൻഡോ സീറ്റ്. അപ്പോൾ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. ബട്ട് ദാറ്റ്സ് ഓക്കെ. സീറ്റ് കിട്ടിയതേ വലിയ കാര്യം. ഓക്കെ, നമ്മൾ ഇച്ചിരി വൈകിട്ട് കുറച്ചും കൂടി നേരത്തെ എനിക്ക് മേ ബി കിട്ടിയേനെ. എല്ലാ സീറ്റും കൊണ്ട് തൃപ്തിപ്പെട്ട് പോവാൻ തുടങ്ങിയപ്പോൾ മുകളിലതേ ഒരു സീറ്റ് മാത്രം ബാക്കി. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറി. ഇവക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്തതിൻ്റെ കുശുമ്പാണ് ആ കാണുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ കിടന്ന് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഈ ഫാനൊക്കെ ഭയങ്കര ക്ലീൻ. സാധാരണ അതൊക്കെ കറുത്ത കളറാണല്ലോ. താഴെ നോക്കിയപ്പോൾ താഴെയും ക്ലീൻ. അപ്പം ഞാൻ വെറുതെ ടോയ്ലറ്റിന് അങ്ങോട്ട് പോയി നോക്കിയതാ. ഇത്രയും വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ഇതുവരെ എൻ്റെ ട്രെയിൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നല്ല വൃത്തി. ഈ ട്രെയിൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എൻ്റെ ലൈഫിൽ ഇത്രയും വൃത്തിയുള്ളൊരു ട്രെയിൻ ടോയ്ലറ്റ് കണ്ണാടി നോക്ക്. അടിപൊളി. മീൻസ് എല്ലാവരും ബാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്സിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം. എനിക്കൊന്നും പുതിയ ട്രെയിൻ ആക്കിയെന്ന് തോന്നുന്നത്. റെനോവേഷൻ. ഇത്ര വൃത്തിയുള്ളൊരു ബാത്റൂം ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ ഓക്കെ, പക്ഷെ ജനറലിൽ ഇത്ര വൃത്തിയുള്ളൊരു ബാത്റൂം. ആ ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഹാൻഡ് വാഷ് മുതൽ ഫ്ലഷ്, പൈപ്പ് എല്ലാം പക്ക നീറ്റായിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഉറങ്ങി. ഞാൻ അലാം വെച്ചിട്ടാണ് കിടന്നത്, കാരണം പെലച്ചക്ക് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. ഏകദേശം ഞാൻ നീച്ചപ്പോൾ 3:15 5 മണിക്കാണ് എൻ്റെ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുക. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനും ഞാൻ പെലച്ചക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ എടുത്തത്. ഇത്രയും സാധനങ്ങൾ സാധാരണ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ബിങ്കോ അല്ലെങ്കിൽ പഴംപൊരി, സമൂസ അങ്ങനെ ട്രെയിനിൽ കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനമാണ് കഴിക്കൽ. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ഒന്നും കുറേ കാലത്തിന് കഴിക്കില്ല എന്ന് ശപഥം ചെയ്ത സ്ഥിതിക്ക് ഞാൻ എല്ലാം വീട്ടിൽ നിന്ന് അല്ല ഹോസ്റ്റലിൽ നിന്ന് സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് ഏകദേശം സമയമായി. പിന്നെ ഞാൻ ഉറങ്ങാനൊന്നും നിന്നില്ല. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ ട്രെയിൻ എത്തും. തിരൂർ ഞാൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം, കാരണം അപ്പം തന്നെ എനിക്ക് ബസ്സുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ തിരൂരെത്തി ബസ്സിൽ കയറി. ഞാൻ പെട്ടെന്ന് പോയി നടന്നു. എനിക്ക് വെള്ളം കുടിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുഖം കഴുകിയിട്ട് പിന്നെ നിന്നു. ഞാൻ തിരൂർ ബസ് കയറിയത് മുതൽ ഞാൻ നാട്ടിലെത്തുന്നത് വരെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായില്ല, അൽഹംദുലില്ലാ. പിന്നെ ഇത് എൻ്റെ നാട്ടിൽ മാത്രം ഞാൻ കണ്ടിരുന്നൊരു പ്രത്യേകതയാണ്. അതായത് ബസ്സിൽ എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഗേൾ ആണ് അവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഒരു ബോയ് പോലും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുവരെ വന്നിട്ടിരുന്നിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ മാത്രം ഞാൻ ആ ഒരു സിസ്റ്റം കണ്ടിട്ടുള്ളൂ. എപ്പോൾ പോകുമ്പോഴും അതെ, എത്ര സീറ്റില്ലെങ്കിലും ഗേൾ ആണ് ഇരിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തൊരു ബോയ് ഇരിക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ചേരി എത്തി. മഞ്ചേരിയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഇവിടുന്ന് ഇനി നേരെ എൻ്റെ നാട്ടിലേക്ക് പോകും. അവിടെ എത്തിയാൽ ഞാൻ വീട്ടിലൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അതായത് വരുന്നത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്, അതുകൊണ്ട് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതും കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചക്കപ്രേമിയായ എൻ്റെ അമ്മക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നു വിട്ടതാണ്. നാട്ടിൽ ചക്ക ഇല്ലാത്തത് കൊണ്ടല്ല, എന്നാലും ഇമ്മാക്കൊരു സർപ്രൈസ് ഇരിക്കട്ടെ. ഫൈനലി ഞാൻ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വീട്. അപ്പം നമുക്കിനി ഇമ്മാനെ കാണാം. ഞാൻ നാളെ വരും എന്നാണ് ഉമ്മാൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ വരുന്ന വിവരം ഉമ്മാക്കറിയില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് ഉമ്മാനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും കോഴിക്കൾ പിന്നാലേക്ക് വരും. നമുക്ക് നോക്കാം. ഉമ്മാൻ്റെ മുഖം ഞാൻ അതിൽ കാണിക്കില്ല, കാരണം ഉമ്മ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലേക്ക് വരും. ചിലപ്പോൾ തട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പോയേക്കാം. ബാഗ് വിടട്ടെ, ഭയങ്കര വെയിറ്റ്. അസ്സലാമു അലൈക്കും. ഇല്ലല്ല, ഞാൻ മന കാണിക്കില്ല. നാളെ വരും പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നല്ല രസമായതായാലും സന്തോഷായോ? നോമ്പില്ലേ? മാഷാ അല്ലാഹ്. തന്നെ അപ്പൊക്കെ നാടകം വെച്ചിട്ട് പോകുന്നത്. ഓട്ടോറിക്ഷയിൽ ഞാനാ വന്നേ. ഞാൻ അവിടെ നിർത്തി. ഞാൻ വിചാരിച്ചു അമ്മായി അറിയും വിചാരിച്ചു. എന്റെ അമ്മോ അല്ലാത്ത മതി. കോഴിക്കളെ കൊഞ്ചിച്ചോണ്ടിരിക്കാനും. ഗൈസ്, എൻ്റെ അമ്മാൻ്റെ കോഴിക്കളെ കടുത്തട്ടെ. ഇതാണ് സുന്ദരി. പിന്നെ അതാണ് സുന്ദരി. അതാണോ സുന്ദരി മക്കള്? ഇത് സുന്ദരി, ജൂനിയർ സുന്ദരീസ്. ഇത് സുന്ദരീൻ്റെ മക്കൾ, ജൂനിയർ സുന്ദരീസ്. അപ്പോൾ ഇവരെ കൊഞ്ചിച്ചിരിക്കായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇമ്മാനോടുള്ള ബാക്കി വിശേഷങ്ങൾ പറയട്ടെ. ഓക്കെ, അല്ലാ ക്യാമറയ്ക്ക് വെള്ളം ബൈ. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇമ്മാക്കുള്ള സർപ്രൈസ് ചക്ക. ഇത് സംഗതി എന്ന് വെച്ചാൽ ചക്കപ്രേമിയായ എൻ്റെ അമ്മക്ക് അവിടെ നിന്ന്, ഇവിടെ നാട്ടിൽ ചക്ക ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചക്ക കൊണ്ടു തന്നപ്പോൾ അത് ഞാൻ കാണിച്ചെടുത്തപ്പോൾ അമ്മക്ക് നുണഞ്ഞു. അതുകൊണ്ട് ആ ഫ്രണ്ട് ഉമ്മയും കൂടെ ഒത്ത് കളിച്ചിട്ട് അത്രയും ദൂരത്തുനിന്ന് 400 കിലോമീറ്റർ ഉണ്ട് എൻ്റെ അടുത്തൊരു ചക്ക തന്ന് വിട്ടും. ആ വെയിറ്റ് അത്രയും താങ്ങിയിട്ട് ഞാൻ വന്ന്. അപ്പോൾ അമ്മക്ക് ഇനി അത് കൊടുക്കാം. ഓക്കെ മാ, ദാ സർപ്രൈസ്. ലൈറ്റ് ഇടുവോ? എന്താ ചക്കേ? ഇത്രയും വലുത് താങ്ങി പിടിച്ച് പോന്നു. ചക്ക നോണിച്ചാള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ അലേക്കണീനു. ആര് പാവം? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ വീടെത്തി. ഉമ്മാനൊക്കെ പാവം തന്നെ. എനിക്ക് ബാക്കിൽ വലിയ ബാഗ്,
പിന്നെ സൈഡിൽ എൻ്റെ ബാഗ്, പിന്നെ ഈ ചക്കിയും. പിന്നെ ആ ഓരോരുത്തരും എന്നെ കണ്ടിട്ട് എന്താ ഇത്രയും ലഗേജ് ഞാൻ 2 മാസത്തിന് വരില്ലേ അതുകൊണ്ടാന്ന്. ആൾക്കാർക്ക് അറിയില്ലല്ലേ ചക്കിയാണെന്ന്. അയ്യോ തല കണ്ടു. അപ്പോൾ ഓക്കെ ഗൈസ്, ഫോർ മോർ വീഡിയോ സ്റ്റേ ട്യൂൺഡ്. ബൈ.